ഹലോ ഗായ്സ്, നൂറ പരിധി വിടുന്നുണ്ടോ? റെനയുടെ അതേ തനിപ്പകർപ്പിലേക്ക് നൂറ മാറുകയാണെങ്കിൽ ആ റെനയുടെ അതേ ഇറിറ്റേഷൻസ്, ആ റെനയുടെ ശബ്ദം കേൾക്കുന്ന കണക്ക് നൂറയുടെ ശബ്ദം മാറുമോ? അത് നിങ്ങൾ ആദ്യമേ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ. അത് കഴിഞ്ഞുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ ലൈവിൽ നടന്നത് പറയാം. അപ്പോൾ നമ്മുടെ നെവിൻ മാത്രമേ ഉള്ളൂ ഇവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയത്. വേറൊന്നുമല്ല, ആ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. വന്ന് കയറിയ 5 പേർക്ക് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാനുള്ള, ഗ്രൂപ്പിസം ഉള്ളവർ, കണ്ടിട്ടും കാണാതെ നടക്കുന്നവർ, ഏറ്റവും ബോറന്മാർ, അങ്ങനെ അതിലൊന്നും ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലും പെടാത്തത് നെവിനെ ആയിരുന്നു. അപ്പം നെവിന് കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവരെയൊക്കെ സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഇവരെ കുറിച്ച്, അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ ഓൾറെഡി ഉള്ളവരും അതുപോലെ തന്നെ ഈ വന്നവർക്കൊന്നും പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. ഈ ടാസ്ക് വലിയ നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊക്കെ തന്നെ കച്ചറയൊക്കെ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ റെനയും നൂറയും തമ്മിൽ പിന്നെയും അടി. റെന എങ്ങനെ സംസാരിച്ചിരുന്നോ അതുപോലെ നൂറ ഇപ്പോൾ റെനയെടുത്ത് സംസാരിച്ചു തുടങ്ങി. ഓൾറെഡി നമ്മുടെ നൂറയ്ക്ക് ആ ജിഷിൻ്റെ ഭാഗം ഒരു കാര്യം കിട്ടി. അതായത് റെന ഒരു ചീവീടിനെ പോലെയാണ്, റെനയുടെ സംസാരം ഭയങ്കര അരോചകമാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ കിട്ടിയതോടുകൂടി നൂറ അതിലും പിടിച്ച് തൂങ്ങിയേക്കാണ്. പക്ഷേ ഇത് ഇത്തിരി ഓവർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ നൂറയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു സപ്പോർട്ട് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സംഭവം അനാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നൂറ ഓവർ ആയോ എന്ന് ചോദിച്ചത്. അതായത് ഇപ്പോൾ റെന അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു മറ്റേ നെവിൻ പറയുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു. അതിന് തിരിച്ചങ്ങോട്ട് നിനക്ക് പക്വതയില്ല, നീ എന്തുവായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് റെനയും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ പറഞ്ഞതൊന്നും തന്നെ നമുക്ക് പോലും മനസ്സിലാവില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് പക്ഷേ നൂറ കൈ രണ്ടും ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. കാരണം എന്തിനാണെന്നറിയോ? ഇനി എങ്ങാനും അടിക്കാൻ തോന്നിയാലോ അടിക്കരുത് എന്ന് കണ്ടിട്ട് കൈ രണ്ടും ബാക്കിൽ കെട്ടി വായിട്ടങ്ങ് അലച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോണ്ട് അവസാനം ജിഷിൻ സത്യം പറഞ്ഞാൽ ഈ കയറിയ 5 പേരും ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള ബിഗ് ബോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരാഴ്ചക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. നെവിൻ പുറത്തു പോയത് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നെവിൻ പുറത്ത് പോയത് അറിഞ്ഞിട്ടുണ്ട്. തിരിച്ച് കയറിയപ്പോൾ ഉള്ള ഈ ഒരു ലുക്ക്, ഇപ്പോഴേക്ക് മുടി കട്ട് ചെയ്തത്, മുടി സ്ട്രെയിറ്റ് ചെയ്തത്, പിന്നെ മീശ എടുത്തത്, ഇതൊന്നും തന്നെ ഇവർ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നൂറ ഈ അടുത്തിടയ്ക്ക്, അതായത് ഇന്നലെ രാത്രി നടത്തിയ നൂറയുടെ പെർഫോമൻസ് ഒന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല. ഈ വന്നു കയറി 5 പേർക്കും നൂറയ്ക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്നുള്ളത് അറിയാതെയാണ് ഈ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ജിഷിനാണെങ്കിൽ നൂറ കുറച്ചുകൂടി ആക്റ്റീവ് ആകണം എന്നൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ റെനയെടുത്ത് നൂറ കടന്ന് തർക്കിക്കുന്നതും തട്ടിക്കയറുന്നതും കണ്ടിട്ട് ജിഷിൻ തൊട്ടടുത്ത് നിന്നിട്ട്, എന്റെ പൊന്നേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ നാക്ക്, ഇത് എവിടെയായിരുന്നു, ഞാൻ ഇത്ര നാൾ ഇങ്ങനൊരു മുഖം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജിഷിൻ അതവിടെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജിഷിൻ ഓൾറെഡി റെനയെ കുറിച്ചൊരു നെഗറ്റീവ് പറഞ്ഞിരുന്നു. ജിഷിനും സത്യം പറഞ്ഞാൽ ഈ നൂറയുടെ ഈ ഒരു പെർഫോമൻസ് ജിഷിനൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പോലും അറിയില്ല. ഏതായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇപ്പോൾ ഈ ഒരു 5 ദിവസത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഏതായാലും നൂറയുടെ പോക്ക് നല്ലതിനാണോ നാശത്തിനാണോ, മീൻസ് റെനയെ പോലെ ആയി പോകുമോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ലൈവ് വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.